വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഈവനിങ് വ്ളോഗ് എന്നൊക്കെ വേണേൽ പറയാം. ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് ഇരിക്കുക കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന കുറച്ച് ക്ലിപ്സും ഞാനിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം ഡ്രസ്സുകൾ മടക്കാനിരിക്കുന്നുണ്ട്. അപ്പം കുറച്ചധികം വിശേഷങ്ങളൊന്നുമില്ല, ചെറിയൊരു വ്ളോഗാണ്. എൻ്റെ ഒരു ജോലി കഴിഞ്ഞ് വന്നിട്ട് ഉള്ളൊരു വൈകുന്നേരത്തെക്കുറിച്ച് കാഴ്ചകളും കാര്യങ്ങളും മാത്രമാണ് ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ബസ് കാത്ത് നിൽക്കാം കേട്ടോ. ഇന്ന് ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായി പോയായിരുന്നു. അപ്പം ബസ് മിസ്സായിപ്പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു, എന്നാലും പോയില്ല, ബസ് കിട്ടി കേട്ടോ. ബസ് ഇറങ്ങി വന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടന്ന് വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നടന്നു പോകുന്ന സമയത്ത് ചെറിയൊരു ക്ലിപ്പ് എടുത്താൽ കേട്ടോ. ഒത്തിരി ദൂരം നടക്കാനില്ല, ഒരു 10 മിനിറ്റും ഇല്ല. നമ്മൾ വേഗം പോവുകയാണെങ്കിൽ വേഗം തന്നെ എത്തും. പിന്നെ ഡ്യൂട്ടി ചെയ്തതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ പതുക്കെയായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ ഇച്ചിരി ഒരു സമയം ലേറ്റായി പോയായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്ന് കുളിച്ച് ചായയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് കുറച്ച് ഡ്രസ്സുകൾ മടക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അലക്കിയിട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തുണി ഉണങ്ങി കിട്ടാനൊക്കെ ആയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീനിലാണ് അലക്കുന്നത്, എന്നാലും മഴയുള്ളതുകൊണ്ട് ഭയങ്കര പാടാണ് ഉണങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ ഉണങ്ങിയ തുണി കൈയോടെ അങ്ങ് മടക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ പണി അങ്ങ് തീരുമല്ലോ. അപ്പോൾ കുറച്ചധികം ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം മടക്കി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് വേണമല്ലോ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്. പണികളെല്ലാം തീർത്തിട്ട് വേണമല്ലോ റെസ്റ്റ് എടുക്കാൻ. ജോലിയും വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഇച്ചാൻ എന്താണെങ്കിലും വരാനായിട്ട് ലേറ്റാവും. അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ തീർത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി വന്ന് സംസാരിച്ച കേട്ടോ ഇടയ്ക്ക്. ചേച്ചി എന്തോ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, അപ്പോൾ ഞാനതിന് റിപ്ലൈ കൊടുത്താണ്. ഇടയ്ക്ക് ഞാൻ സംസാരിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ മടക്കി വെച്ച് വാൾഡ്രോബിലേക്ക്, അതായത് എൻ്റെ അലമാരയിലേക്ക് ഞാൻ ഓരോ സെക്ഷൻ തിരിച്ചിട്ടാട്ടോ എടുത്ത് വയ്ക്കുന്നത്. അപ്പം ചെറിയൊരു അലങ്കോലമായിട്ടാണ് എൻ്റെ അലമാര ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അത്യാവശ്യം രീതിയിൽ പറ്റണ രീതിയിലൊക്കെ എല്ലാം അടുക്കി പെറുക്കി എടുത്ത് വെച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വീഡിയോയിൽ കാണുന്നത്രയും വെട്ടമില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ടായി തുടങ്ങിയായിരുന്നു. ഇത് വൈകുന്നേരം ഒരു 6:30 7 മണി ആ ഒരു സമയത്തെടുത്ത വീഡിയോ. ഏകദേശം ഇത്രയും ഇരുട്ടായി തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയത് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അതായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വാഷിംഗ് മെഷീൻ തുണി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ എടുത്ത് വിരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചുകൊണ്ടാണ് ഈ കോപ്രായങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ വിരിച്ചിട്ടു. അപ്പോഴത്തേക്ക് ഇരുട്ടായിരുന്നു. പിന്നെ ഭയങ്കര ക്ഷീണമായി പോയായിരുന്നു കേട്ടോ. ഒത്തിരി നേരം നിന്ന് ജോലി തിരക്കൊന്നുമില്ലായിരുന്നു. ഡ്യൂട്ടി ഇത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ വരുന്നോളം വരെ കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഉറങ്ങാൻ പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. കുറച്ചൊന്ന് മുടിയൊക്കെ ഒന്ന് സെറ്റൊക്കെ ആക്കി വെച്ചിട്ട് ഉറങ്ങാൻ പോകുന്ന ഭാഗമാണ്. ഞാൻ വരുന്നോളം വരെ കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടണും കൂടി അമർത്തണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.